ഹലോ അസ്സാം വലൈക്കും വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഷീ മാഗസിൻ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അൽഹംദുലില്ലാ. അപ്പോൾ ഇതൊരു ഞായറാഴ്ച രാവിലാണ്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ പണിയിലാണ്. മോന് രാവിലെ തന്നെ പോകാനുണ്ട് കേട്ടോ, ട്യൂഷൻ ഉണ്ട് അവനക്ക്. അപ്പം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം മക്കളെ സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ ഈ കാര്യമായിട്ടൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മൂത്താൾ പിന്നെ പഠിച്ചോളും, രണ്ടാമത്തെ ആൾക്ക് ചെറിയൊരു പുഷിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് അവന് ട്യൂഷൻ ചേർത്തത്. മോനെ പറഞ്ഞതിന് ശേഷം തിരുമ്പിയതെല്ലാം ഉണങ്ങിയോ എന്നൊക്കെ ഒന്ന് നോക്കുകയാണ്. ഇത് രാത്രി ഞാൻ വിരിച്ചിടുന്നതാണ് കേട്ടോ. അപ്പം മഴ ആയതുകൊണ്ട് പുറത്തൊന്നും ചിക്കിടാൻ വയ്യ. നമുക്ക് ഓപ്പൺ ടെറസിലാണ്, ഷീറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെക്കുകയാണ്. എനിക്ക് അതിൽ കിട്ടുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഷീറ്റ് ഉള്ളതുകൊണ്ട് കുറേ അങ്ങോട്ട് അതിലങ്ങ് പോയിക്കോളും. മഴയത്തും വെയിലത്തൊക്കെ നല്ല ഉപകാരമാണ് കേട്ടോ ആ ഒരു സ്റ്റാൻഡ്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ കുഞ്ഞൂസ് എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. ഇന്നിപ്പോൾ കാര്യമായിട്ട് പണികളൊന്നും ഇല്ലാത്തൊരു ഞായറാഴ്ചയാണ്. സാധാരണ മുമ്പൊക്കെ ആണെങ്കിൽ ഞായറാഴ്ച രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പേരും പണിയായിരിക്കും. ഇപ്പോൾ പിന്നെ ബാക്കി ദിവസങ്ങളിലൊക്കെ എടുക്കുന്നത് കൊണ്ടും എടുക്കുക വരുന്നത് കൊണ്ടും വലിയ പണികളൊന്നുമില്ല. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് കാം ആൻഡ് സൈലൻ്റായിട്ട് സ്ലോ ആയിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറെല്ലാം റൈസ് കുക്കറിൽ വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ പപ്പയും മോനും കൊലായിലിരുന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ടിരിക്കുകയാണ്. ഉച്ച കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ ഇവിടെ. നല്ല കാറ്റും മഴയും നല്ല രസമായിരുന്നു കണ്ടിരിക്കാനായിട്ട്. നല്ല മഴയും തണുപ്പുമായപ്പം വൈകുന്നേരം എന്തെങ്കിലും കഴിക്കാനൊരാഗ്രഹം തോന്നി. നോക്കുമ്പോൾ പൂള ഇരിപ്പുണ്ട്, കുറച്ച് ബീഫ് ഇരിപ്പുണ്ട്. അപ്പോൾ ഏതായാലും കപ്പ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വൈകുന്നേരത്തെ സ്പെഷ്യൽ അതായിക്കോട്ടെ, സൺഡേ സ്പെഷ്യൽ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ സാധാരണ ഒരു ചോറും പച്ചക്കറിയും ഒരു ഉണക്കലൊക്കെ ആയിട്ട് ഒരു മിനിമൽ ലഞ്ചായിരുന്നു ഇന്നത്തെ. അപ്പോൾ വൈകുന്നേരം കുറച്ച് കുറച്ച് ഹെവി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ ഏതായാലും വിചാരിച്ചു. ഇപ്പോൾ കപ്പൊക്കെ എടുത്ത് അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലിടുക. ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, അതങ്ങ് വെന്തോളും. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും ഇട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ അങ്ങ് മിക്സ് ആയിക്കോളും. അങ്ങനെ ഒരു 3 വിസിലടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലൊരു ഓട്ടപാത്രത്തിലേക്ക് ഞാൻ ഊറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള ബീഫ് ഗ്രേവി ഒന്ന് റെഡിയാക്കേണ്ടിയുണ്ട്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ഒരു ഓയിൽ ക്യാനാട്ടോ. സ്പ്രേ ചെയ്യാനും പറ്റും, അല്ലാതെ ഒഴിക്കാനും പറ്റുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മൾ ദോശയും ചപ്പാത്തിയൊക്കെ ചുടുമ്പോൾ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കുമല്ലോ. അങ്ങനെ 2 രീതിയിൽ യൂസ് ചെയ്യാം. നല്ല പ്രൊഡക്റ്റ് ഞാൻ താഴെ ടാഗ് ചെയ്യാം കേട്ടോ. നമ്മൾ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് 2 വെള്ളിയുള്ളിയും ഒരു 10-15 ചെറിയുള്ളിയും കൂടി കുറച്ച് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഞാൻ ഉപ്പ് ഇപ്പം തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതൊന്ന് വാടി വരുമ്പോൾ പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതും കൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം ഇഞ്ചി വെളുത്തുള്ളി എടുത്തോളൂ, ടേസ്റ്റ് നല്ലതായിരിക്കും. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ വറുത്ത മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഗരം മസാലയാണ്. പിന്നെ നിങ്ങളതിൽ ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ബീഫ് മസാല ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ കുറച്ച് ആഡ് ചെയ്താൽ മതി. ഇനി അതിൻ്റെ മസാലേൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫും കൂടി ഇതിലേക്ക് ചേർത്ത് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മളെ ഗ്രേവിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഒരു അരമുറി ചെറുനാരങ്ങ കൂടി ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുത്താൽ ബീഫ് പെട്ടെന്ന് വെന്ത് വരും കേട്ടോ. അപ്പോൾ നമ്മളെ ബീഫ് ഗ്രേവി എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഓരോ കുക്കറിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ഞാനിത് തുറന്ന് നോക്കുമ്പോൾ കുറച്ച് വെള്ളം അധികം ഉള്ളതായിട്ട് എനിക്ക് തോന്നി. ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഗ്രേവി നല്ല തിക്ക് ഗ്രേവിയാണ് വേണ്ടത്. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ച് കൊടുത്താൽ ഗ്രേവി എല്ലാം വറ്റിയിട്ട് വെള്ളം വറ്റിയിട്ട് നല്ല തിക്കായി വന്നോളൂ. അപ്പോൾ ഞാൻ തിളപ്പിക്കാൻ വെക്കുമ്പോൾ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ അങ്ങ് വന്നോളൂല്ലോ. അപ്പോൾ ഇത്രയും ഗ്രേവി മതി കേട്ടോ, ഇത്രയും വെള്ളം മതി, നേരത്തെ അത്ര വേണ്ട.
ഇതാണ് കറക്റ്റായിട്ടുള്ള പാകം. അപ്പോൾ അതാ ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞ് വരണം കേട്ടോ. അതാണ് കപ്പ ബിരിയാണീൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഗ്രേവി കൂടി ഒന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ കപ്പ നന്നായിട്ട് ഉടച്ചു കൊടുക്കുകയും കൂടി ചെയ്യണം. അപ്പം അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതാ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഇതിലാണ് കേട്ടോ ഉണ്ടാവുക. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. അപ്പോഴേക്കും ഇതാ സമയം ഒരുപാടായിട്ടുണ്ടായിനെ. അപ്പോൾ ഹസ്ബൻഡിന് പോകണം, ഷോപ്പ് തുറക്കണം എന്ന് പറഞ്ഞ് പോകാനുണ്ടായിരുന്നു. അപ്പോൾ കകക്ക് കഴിക്കാൻ നേരമില്ലാത്തത് കൊണ്ട് ഞാനതൊരു ടിഫിനിലാക്കിയിട്ട് കൊടുക്കുകയാണ്. വൈകുന്നേരം പോയിട്ട് അവിടെ നിന്ന് രാത്രിയൊക്കെ കഴിക്കാമല്ലോ. അപ്പോൾ ആൾ വരുമ്പോൾ എന്തായാലും 10 മണിയൊക്കെ ആവും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ടിഫിനിലാക്കിയിട്ട് കൊടുത്തു. പിന്നെ ഞാനും മോനും ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. മൂത്ത ആൾ കളിക്കാൻ പോയതാണ്. അപ്പോൾ വിളിച്ചപ്പോൾ ആൾ ഈ ഏരിയയിൽ ഇവിടെ ഇല്ല. അപ്പോൾ രണ്ടാമത്തെ ആൾ ഇവിടെ ഉണ്ട്. അപ്പം അവൻ പറഞ്ഞു നമുക്ക് മുകളിൽ പോയിട്ട് ഓപ്പൺ ടെറസിലിരുന്ന് കഴിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പം ഞാനും ഓക്കെ പറഞ്ഞു. നല്ല വ്യൂ ആണ്, നല്ല കാറ്റും ഉണ്ടാകും. അപ്പോൾ ഞാൻ 2 പ്ലേറ്റിലേക്ക് കപ്പ ബിരിയാണി എല്ലാം സെർവ് ചെയ്ത് നമ്മൾ കുറച്ച് ചായയും കൂടി എടുത്തിട്ട് ഇതാ ഞങ്ങൾ ഓപ്പൺ ടെറസിലേക്ക് പോയതാണ് കേട്ടോ. നമ്മളെ മോൾ ഭാഗമാണിത്. കപ്പയുടെ കൂടെ കട്ടൻ ചായ ഇല്ലെങ്കിൽ എന്ത് കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ ഇതാ ഞങ്ങൾ മുകളിലോട്ട് ഇതൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ അതേപോലെ വന്നിരുന്നിട്ട് മുകളിലിരുന്നിട്ട് ചായ കുടിക്കാറുണ്ട്. രാത്രിയൊക്കെ ഇവിടെ വന്ന് കിടക്കാറൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ്, നല്ല കാറ്റുമാണ്, നല്ല വ്യൂ ആണ്. നല്ല 360 ഡിഗ്രി വ്യൂ എന്ന് പറയുന്ന മാതിരി നല്ല രസമുള്ള വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന്. അപ്പം ഞങ്ങളിതാ മുകളിലിരുന്ന് കഴിക്കുന്ന കണ്ടപ്പോൾ മോൻ്റെ ഒരു ഫ്രണ്ട് ഓടി വന്നതാണ് കേട്ടോ. ഓനെ കണ്ടപ്പോൾ അപ്പം അവനും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. പിന്നെ അതാ ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ്. നല്ല രസമുള്ള നല്ല വൈബുള്ള ഒരു സമയമായിരുന്നു. മക്കളിങ്ങനെ പോയും വന്നും ഒരു ബൈറ്റ് എടുക്കും, പോയി കളിക്കും, പിന്നെയും വരും, ഒരു ബൈറ്റ് എടുക്കും, അങ്ങനെ കുറച്ച് നേരം ഇരിക്കും. അങ്ങനെയൊക്കെ കേട്ടോ അവരുടെ ഒരു തീറ്റൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഞായറാഴ്ച, ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു ഞായറാഴ്ചയാണ്. തിരക്കുകളോ ബഹളങ്ങളോ ഒരുപാട് പണികളൊന്നും ഇല്ലാത്ത ഒരു സാധാരണ ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഞായറാഴ്ചയാണ്. അപ്പോൾ അതാ ഞങ്ങളുടെ ഓപ്പൺ ടെറസിലുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ അതാ കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ നല്ല കാർമേഘം വരുന്നുണ്ട്. രാത്രിയും നല്ല മഴക്കുള്ളൊരു ഒരുക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. കൂടുതൽ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.